പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രം. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഗംഗാധരേശ്വര ശില്പത്താൽ വളരെ പ്രസിദ്ധമാണ്. 58 അടി ഉയരമുള്ള കോൺക്രീറ്റിൽ നിർമ്മിച്ച ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശിവന്റെ ശില്പമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പം കൂടിയാണ് ഇത്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കുടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂവാർ പാതയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി കടൽ തീരത്തിനോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപമാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ആഴിമല ക്ഷേത്രത്തിന്റെ ചരിത്രത്തിനും ഉത്ഭവത്തിനും 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. ആഴിമല പുളിങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര്. ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നു. അതിനാലാണ് ഈ സ്ഥലം പുളിങ്കുടിയായി അറിയപ്പെട്ടത്. പാണ്ഡവന്മാർ വേഷം മാറി ഒളിച്ചിരിക്കാൻ ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും പാറകൾക്കിടയിൽ പ്രകൃതിദത്ത ഗുഹകൾ കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി. ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ തുടങ്ങിയ ദേവതകളുടെ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കൂടാതെ ഉപദേവതകളും മനോഹരമായ കൊത്തുപണികളും ചുമർ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ശ്രീകോവിൽ. 58 അടി ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര ശില്പത്താലാണ് ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധമായത്. ആഴിമല സ്വദേശിയായ PS ദേവദത്തനാണ് ഈ ശില്പം നിർമ്മിച്ചത്. 2014 ആരംഭിച്ച ശില്പത്തിന്റെ നിർമ്മാണം 2020 പൂർത്തിയാവുകയും ചെയ്തു. അതേ വർഷം തന്നെ ഈ ശില്പം പൊതുജനങ്ങൾക്കായി തുറന്നും കൊടുത്തു. ഗംഗാദേവിയെ ജഡയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിന്റെ പിന്നിലെ വലതു കൈയിൽ ഡമരുവും പിന്നിലത്തെ ഇടതു കൈയിൽ ത്രിശൂലവുമാണ്. 20 അടി ഉയരമുള്ള പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും മനോഹരമായ കടൽ തീരവും വിനോദസഞ്ചാരികളെ വളരെയധികമാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. No, so I'm in this temple. So this is the god Shiva. He's obviously very strong. So no, it's a very beautiful place. A lot of gods and a lot of locals are coming to worship the gods. So വഴിയോര കച്ചവടക്കാർക്കും ആഴിമലയിലെ വിനോദസഞ്ചാരം ഒരു ഉപജീവനം തന്നെയാണ്.